ഈ എക്സിബിഷനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ എക്സിബിഷൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സുധീഷ് എഴുപത്ത് പറഞ്ഞ് എനിക്ക് അവരുടെ യാത്രകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ യാത്രകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം എന്താ പറയുക, നമുക്ക് കൂടുതൽ അറിയണം എന്ന് തോന്നുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ച് കുറേ എക്സിബിഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഉള്ളത് ഒരേ ഗാന്ധിയാണ്, നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഗാന്ധിയാണ്. പ്രത്യേകിച്ച് ഗാന്ധിയുടെ നവഖാലി യാത്രയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധി എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയം മുതൽ ഗാന്ധി എവിടെയായിരുന്നു എന്നുള്ളത് അധികം നമുക്ക് എവിടെയും വായിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒന്നും പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനൊരു യാത്ര ഇവർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. എനിക്കിത് അറിയാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ തോന്നിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാര്യത്തെ, ഇത്രയും ദിവസം നടന്നിട്ടുള്ള ഗാന്ധിയുടെ യാത്ര, ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെ ഒരു എക്സിബിഷനായിട്ട് ഇതിനെ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതിവിടെ വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സിബിഷൻ ഹാളിലേക്ക് കടക്കുന്നത് മുതൽ അത് കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ നമ്മളും ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ ഒരു അനുഭൂതി തോന്നുന്നുണ്ട്. ഫോട്ടോകൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം കവിതകളുണ്ട്, വീഡിയോസ് ഉണ്ട്, ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ വീഡിയോകളുണ്ട്. ഈ വിധത്തിൽ നമുക്കും ആ ഒരു യാത്ര മുഴുവനായിട്ട് അനുഭവിക്കാനും അതിലൂടെ കടന്നു വരാനും പറ്റുന്നുണ്ട് എക്സിബിഷനിലൂടെ. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ആദ്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് വായിക്കുകയും ഗാന്ധി എന്നുള്ളൊരു മനുഷ്യനോടൊരു വല്ലാത്ത ആരാധന തോന്നുകയൊക്കെ ചെയ്യുന്ന, നമ്മളെല്ലാ സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളെയും പോലെ തന്നെ ആ ഒരു രീതിയിലാണ് ഞാനും വളർന്നു വന്നത്. പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ അംബേദ്കറെ വായിച്ചു തുടങ്ങുമ്പോൾ പിന്നെ മുഴുവനായിട്ടും ഗാന്ധി എന്നുള്ള മനുഷ്യനിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള ഒരുവിധം കുട്ടികളെല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ ഒരു എക്സിബിഷൻ്റെ യാത്രകളെക്കുറിച്ച് കേട്ട് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഗാന്ധിയായിട്ട് റീകണക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എന്നെ സംബന്ധിച്ച് ഈ എക്സിബിഷനിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ അനുഭവം തന്നെയാണ്. ഗാന്ധിയായിട്ട് വീണ്ടും ഗാന്ധി ഇനിയും അറിയണം എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ തള്ളിക്കളയുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ് ഈ എക്സിബിഷൻ എനിക്ക് തരുന്നത്. ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു അനുഭവം തന്നത്.